അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എന്തുകൊണ്ട് യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നില്ല? ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആൾക്കാരിൽ ഒരുവിധപ്പെട്ട ആൾക്കാരും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ട് വരുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. പുതിയതായിട്ട് വരുന്നവരൊക്കെ പെട്ടെന്ന് നമുക്ക് യൂട്യൂബിൽ ഏർണിങ്സ് ഉണ്ടാക്കാം, പെട്ടെന്ന് മോണിറ്റൈസേഷൻ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് വരുന്നവരുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. ഹാഫ് മോണിറ്റൈസേഷന് മാത്രമാണ് 500 സബ്സ്ക്രൈബേഴ്സ് വേണ്ടത്. അതിൽ 3000 വാച്ച് അവർ മതി. അത് ഹാഫ് മോണിറ്റൈസേഷൻ. ഈ ഹാഫ് മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് കാര്യമില്ല. ഫുൾ മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും നമുക്ക് വേണം. ഈ 4000 വാച്ച് അവർ എന്ന് പറഞ്ഞത് പെട്ടെന്ന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഡെയിലി വീഡിയോസ് ഇടാം, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാം. ചിലർ ഒരു ദിവസം ഇട്ട് പിന്നെ അടുത്ത മാസം ഒരു വീഡിയോ ഇടാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും വാച്ച് അവർ നമുക്ക് 365 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എത്രയും പെട്ടെന്ന് വാച്ച് അവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കണ്ടന്റ്, നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് അവതരിപ്പിക്കും. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ് ഇട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിക്കാം. 1000 സബ്സ്ക്രൈബേഴ്സിന് ഷോർട്സ് നല്ല രീതിയിൽ ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് 1000 ഒക്കെ ആയി കിട്ടും. പക്ഷേ ഈ വാച്ച് അവർ എന്ന് പറഞ്ഞത് ഈ ഷോർട്സും വാച്ച് അവറും വെവ്വേറെയാണ്. ഷോർട്സിന്റെ വാച്ച് അവർ വേറെ, വീഡിയോസിന്റെ വാച്ച് അവർ വേറെ. വീഡിയോസിന്റെ വാച്ച് അവർ ആണ് നമുക്ക് മോണിറ്റൈസേഷന് പോകാം. ആ വാച്ച് അവർ 4000 കംപ്ലീറ്റ് ആക്കണം. ഈ 4000 കംപ്ലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ 365 ദിവസം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് നല്ല വീഡിയോസ് എടുക്കുക, നല്ല തംബ്നെയിൽ കൊടുക്കുക, പെട്ടെന്ന് ക്ലിക്ക് ആവണ തംബ്നെയിൽസ് കൊടുക്കണം, നല്ല നല്ല തംബ്നെയിൽസ് കൊടുക്കണം. പിന്നെ നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ഉണ്ടാക്കാൻ നോക്കാം, നല്ല കണ്ടന്റ് ഉണ്ടാക്കാം. നല്ല പെട്ടെന്ന് നമുക്ക് എപ്പോഴും എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പ് അല്ലാണ്ട് വെറൈറ്റി ചെയ്യാൻ നോക്കാം. പിന്നെ അതൊക്കെ ശ്രദ്ധിക്കാം. ഇപ്പം ഞങ്ങൾക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് നല്ല രീതിയിൽ ഇട്ടുകൊണ്ടിരുന്ന് ആ 3000 ഒക്കെ കഴിഞ്ഞ് 4000ത്തിലേക്ക് അടുത്ത് വന്നപ്പോഴേക്കും നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു പോയി ഈ കഴിഞ്ഞ വർഷം. അപ്പോൾ ഈ സ്റ്റോപ്പ് ചെയ്ത് പോയ സമയത്ത് നമുക്ക് ഈ വാച്ച് അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡൗൺ ആയിപ്പോയി. അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഈ 4000 വാച്ച് അവറിലേക്ക് എത്തിയപ്പോഴേക്കും പെട്ടെന്ന് വീഡിയോ ഇടാണ്ടായി. നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ, ആ ഒരു പേരിൽ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റാണ്ടായി. ആ സമയത്ത് വാച്ച് അവർ ഇറങ്ങിപ്പോണതായിട്ട് തോന്നി. പിന്നെ നമ്മൾ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീണ്ടും വീഡിയോസ് ഇട്ട് തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇട്ട് തുടങ്ങി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വാച്ച് അവർ കൂട്ടി തുടങ്ങാം. അപ്പം നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും വീഡിയോസ് ഇട്ട് തുടങ്ങും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാളിലേക്കും യൂട്യൂബ് നോട്ടിഫിക്കേഷൻ കൊടുക്കില്ല. വീണ്ടും ആദ്യം മുതൽ തുടങ്ങണ പോലെ തന്നെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് അതിനൊന്ന് ബൂസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ യൂട്യൂബ് എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുള്ളൂ. അങ്ങനെയും ഉണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ വീഡിയോസ് ഇടുക, ഡെയിലി വീഡിയോസ് ഇടുക, ഷോർട്സ് ഇടുക, രണ്ടും ഇടുമ്പോൾ നമ്മുടെ ചാനല് നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ 1 വർഷം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആയി കിട്ടാനും എല്ലാം സാധ്യതയുണ്ട്. തംബ്നെയിൽ നല്ല രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. തംബ്നെയിൽ ശ്രദ്ധിക്കണം. ഏറ്റവും ബെറ്റർ ആയിട്ട് തംബ്നെയിൽ കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും. അല്ലാതെ എനിക്ക് കിട്ടില്ല, എനിക്ക് മോണിറ്റൈസേഷൻ ആവണില്ല, വാച്ച് അവർ ആവണില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പുതിയതായിട്ട് വന്ന യൂട്യൂബേഴ്സ് വിചാരിക്കണത് പെട്ടെന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടും, വാച്ച് അവറും കിട്ടുമെന്നാണ്. പക്ഷെ ഒരിക്കലും വാച്ച് അവർ അങ്ങനെ കിട്ടില്ല. വാച്ച് അവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ആൾക്കാരിലേക്ക് എത്തണം, ആൾക്കാർ കാണണം, വ്യൂസ് ഉണ്ടാവണം. പിന്നെ നമ്മൾ ഒരു 10 മിനിറ്റ് വീഡിയോ ചെയ്താലും ഈ 10 മിനിറ്റും ആരും ഇരുന്ന് കാണുമെന്ന് ഉറപ്പില്ല. ചിലർ സ്കിപ്പ് ചെയ്ത് പോകും. ഒട്ടുമിക്ക ആൾക്കാരും ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ പിന്നെ അത്രയും ഇതായിട്ടുള്ള ആൾക്കാരെ മാത്രമേ അങ്ങനെ
ഫുള്ളായിട്ട് ഇരുന്നൊക്കെ കാണുള്ളൂ. തുടക്കത്തിലെ വലിയ രീതിയിൽ നമുക്ക് ഏണിങ്സ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരും യൂട്യൂബിലോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നമുക്ക് മോണിറ്റൈസേഷൻ ഒക്കെ കഴിഞ്ഞാലാണ് പിന്നെ ഇടുന്ന വീഡിയോസിനാണ് ഏണിങ്സ് ആയിട്ട് നമുക്ക് വരുള്ളൂ. അതും വലിയ രീതിയിലൊന്നും ഈ സെലിബ്രിറ്റീസിനൊക്കെ കിട്ടണ പോലത്തെ അങ്ങനെയൊന്നും കിട്ടാൻ സാധ്യതയില്ല. ചെറിയ രീതിയിലൊക്കെയാണ് നമുക്ക് ഏണിങ്സ് കിട്ടുള്ളൂ. വലിയ എക്സ്പെക്റ്റേഷനൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ട് ഒരു കാര്യവും ഇല്ല. പിന്നെ മെയിനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കാം. നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങണത് മറ്റുള്ളവരെ അറിയിച്ച് എല്ലാവരോടും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ വീഡിയോസോ ഒരിക്കലും നമ്മുടെ ഫാമിലിയോ നമ്മുടെ ഫ്രണ്ട്സോ ഇരുന്ന് കാണില്ല. നമ്മളെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്കറിയാം നമ്മൾ എങ്ങനെയാണ്, നമ്മൾ എന്താണെന്നൊക്കെ അവർക്കറിയാം. അപ്പൊ അവർക്ക് പുതിയതിനോടായിരിക്കും കാണാനും കേൾക്കാനും ഒക്കെ ഇഷ്ടം ആർക്കാണെങ്കിലും. അപ്പോൾ ഒരിക്കലും ഫാമിലീസിനും ഫ്രണ്ട്സിനും സബ്സ്ക്രൈബറെ കിട്ടിയിട്ടും കാര്യമില്ല. അവരിരുന്ന് കാണണം. ഈ സബ്സ്ക്രൈബേഴ്സ് വന്നത് ജെനുവിനായിട്ട് വരണം. അവരിരുന്ന് നമ്മുടെ വീഡിയോസ് കാണണം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ ഈ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് ഒരു കാര്യമുള്ളൂ. പിന്നെ നമ്മൾ ഒരു വീഡിയോ അയച്ചു കൊടുത്ത് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് അവർ ഓപ്പൺ ആക്കി നോക്കിയിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് പോകും. അപ്പോൾ നമ്മുടെ വീഡിയോസിന് എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്രഷൻ ക്ലിക്ക് പോകും. അപ്പോൾ ആ വീഡിയോസിന് ക്വാളിറ്റി ഇല്ല എന്നുള്ള ഇതിൽ തള്ളിക്കളയും. അപ്പം അങ്ങനെയൊന്നും ചെയ്യാണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, നല്ല രീതിയിൽ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായാലും വീഡിയോസ് മുന്നേറി പോവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം, വീഡിയോ ചെയ്തുകൊണ്ടിരിക്കാം. ആർക്കൊരു മടുപ്പ് തോന്നരുത്. കിട്ടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കുക, അത്രേ പറയാനുള്ളൂ. അപ്പം പിന്നെ വീഡിയോസ് ഇടുമ്പോൾ അതിൽ മെയിനായിട്ട് വേണ്ട വേറൊരു കാര്യമാണ് ഡിസ്ക്രിപ്ഷൻ. അതിൽ നല്ല രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴിയൊക്കെ നമുക്ക് ആ ഒരു ഡിസ്ക്രിപ്ഷൻ ചെയ്ത് കിട്ടും. നമുക്ക് അത് നമ്മൾ ആ വീഡിയോയിൽ എന്താണ് ചെയ്യണേന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ നല്ല രീതിയിൽ കൊടുത്താൽ മാത്രമേ ആ വീഡിയോസ് യൂട്യൂബ് ആൽഗോരിതം അനുസരിച്ച് റെക്കമെൻഡ് ചെയ്ത് പോകുള്ളൂ. ഇതൊക്കെ ഞാൻ കുറച്ച് നാൾ മുമ്പാണ് മനസ്സിലാക്കണത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിനെ കുറിച്ചും യൂട്യൂബ് വീഡിയോസിനെ കുറിച്ചും ഇപ്പോൾ എല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. തുടക്കക്കാർക്ക് എങ്ങനെയാണ് എന്താണെന്നുള്ള ഒരു അറിവ് കിട്ടാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്നത്. അപ്പം അതിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോഴും എനിക്ക് പേഴ്സണലി അനുഭവമുള്ള ഒരു കാര്യമാണ് ഡിസ്ക്രിപ്ഷൻ. ആ ഡിസ്ക്രിപ്ഷൻ നല്ല രീതിയിൽ കൊടുക്കണം. ഇപ്പം നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ അതിന് പറ്റിയ ആപ്പുകളുണ്ട്. പിന്നെ ക്രോമിൽ പോയി കഴിഞ്ഞാൽ മലയാളം ടു ഇംഗ്ലീഷ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മലയാളത്തിൽ ടൈപ്പ് ചെയ്യണത് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലായി കിട്ടും. അതിന് നമ്മൾ കഷ്ടപ്പെട്ട് എഴുതൊന്നും വേണ്ട. അപ്പം അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നമ്മളത് കോപ്പി എടുത്തിട്ട് ഇതിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ മെയിനായിട്ട് അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് വീഡിയോ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനും മോണിറ്റൈസേഷൻ പെട്ടെന്ന് ആയി കിട്ടാനും ഒക്കെ സാധിക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഈ വീഡിയോ എൻ്റെ രീതിയിൽ അവതരിപ്പിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങളുടേതായ അനുഭവങ്ങളാണ് ഞങ്ങൾ ഇതിലേക്ക് അവതരിപ്പിച്ചത്. അപ്പോൾ അനുഭവങ്ങളാണല്ലോ നമ്മൾ പുറത്തേക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നമുക്ക് എന്താ അനുഭവം വന്നത് എന്നുള്ളത് നമ്മൾ ഡയറക്റ്റ്ലി പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് തുടങ്ങിയവർക്കും എല്ലാവർക്കും എൻ്റെ വക ബെസ്റ്റ് ഓഫ് ലക്ക്.